Hi all, welcome back to AGS Academy. So, നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷൻ കഴിഞ്ഞു. അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ കണ്ടു. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? സോ ഇനി എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ആ എക്സാം കഴിഞ്ഞത് മുതലേ നിങ്ങൾക്ക് ചോദിക്കുന്ന കാര്യമാണ് അല്ലേ? ഈ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷന്റെ കട്ട് ഓഫ് എത്ര വരും എന്നുള്ളത്. അപ്പോൾ കട്ട് ഓഫ് ഞാൻ പറയാം കേട്ടോ. ഞാനത് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് കൂടെ പറയാം. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആൾക്കാരിൽ ഏറ്റവും ലാസ്റ്റ് മാർക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് റാങ്ക് ഉള്ള ആൾക്ക് എത്ര മാർക്കാണ്, അതാണ് ബേസിക്കലി കട്ട് ഓഫ് എന്ന് പറയുക. അപ്പം ആ ഒരു കട്ട് ഓഫിന് മുകളിലേക്കുള്ള ആൾക്കാരുടെ പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ പിന്നെയും ഓർക്കുക കേട്ടോ, ഞാനത് കൃത്യമായിട്ട് അതായത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഒരിക്കലും ജോലി കിട്ടണം എന്നില്ല. അതിലെപ്പോഴും ടോപ്പിലേക്ക് വരുന്നവർക്ക് തന്നെയായിരിക്കും സാധ്യത കൂടുതൽ കേട്ടോ. അപ്പം ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഷോർട്ട് ലിസ്റ്റ് ആണ് ആദ്യം വരിക അല്ലെ, ഷോർട്ട് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുക, ഏറ്റവും നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഓർക്കുക. അപ്പം നമ്മൾ ഒരു ഗൂഗിൾ ഫോം ഒക്കെ ഷെയർ ചെയ്തിരുന്നു. നിങ്ങളുടെ മാർക്ക് അല്ലേ, നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആൻസർ കീ വന്നു, അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മാർക്കൊക്കെ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ ഫോം ഷെയർ ചെയ്തിരുന്നു. സോ അതനുസരിച്ചാണ്, അതിൽ നമുക്ക് കിട്ടിയ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫ് മാർക്ക് പ്രിഡിക്റ്റ് ചെയ്യുക. ഇത് അതേപടി ശരിയാകണമെന്നില്ല, പക്ഷെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞതൊക്കെ അതേപടി തന്നെ ശരിയായിട്ടുണ്ടെങ്കിലും ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയുകയാണ്. ഇത് നമുക്ക് റെസ്പോൺസ് തന്ന കുട്ടികൾ അല്ലെ, അവരിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കട്ട് ഓഫ് പ്രിഡിക്റ്റ് ചെയ്യുക. സോ കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കട്ട് ഓഫ് ഒരു 47 കേട്ടോ, 47 +or-3 കേട്ടോ, 47 നോക്കിക്കേ, കട്ട് ഓഫ് ഒരു 47 +or-3 കേട്ടോ, +or-3 ആണ് നമുക്ക് കട്ട് ഓഫ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതായത് ഒരു 44 കേട്ടോ, 44നും 50ക്കും ഇടയ്ക്കായിരിക്കും നമ്മുടെ മാർക്ക് വരിക. മീൻസ് അതാണ് കട്ട് ഓഫ് ആയിട്ട് വരിക. അതായത് മേ ബി ഒരു 47 +or-3 ആണ്, 44 ഉള്ളവർക്ക് വരാം, അല്ലെങ്കിൽ മേ ബി അതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോലെ 50ക്ക് എബോവ് ഉള്ള ആൾക്കാരുടെ പേര് റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും കേട്ടോ. എങ്കിലും ഓർത്തിരിക്കുക, ഈ 47 +or-3 എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. സോ ഇനി പ്രൊഫഷണൽ ആൻസറിൽ മിസ്റ്റേക്ക് ഉള്ളത് അത് കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, ഈ പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ട് നമ്മൾ മാർക്ക് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ, ഫൈനൽ മാർക്ക് വരുമ്പോൾ ഇതിൽ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകാം. ചിലപ്പോൾ കുറച്ചൊന്ന് കുറയാം, ചിലപ്പോൾ കുറച്ചൊന്ന് കൂടാം. കാരണം ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മേ ബി ക്യാൻസലേഷൻ വരാം, അല്ലെങ്കിൽ ഈ കറക്റ്റ് ആൻസറിൽ ചേഞ്ച് വരാം. അപ്പോൾ ആ രീതിയിൽ ചെറിയൊരു ഫ്ലക്ച്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. സോ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുക. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ജോലി കിട്ടി കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ കംപ്ലീറ്റ് ആകുക. അതുവരെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.